സഹോദര, സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഹദീസ് പഠിക്കണ്ട, ആലിമാകണ്ട, ഹാഫിളാകണ്ട, ഇതറിയാത്ത ആരുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എന്തെങ്കിലും പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പൊ ബക്കറ്റുമായിട്ട് നിന്റെ മുമ്പിൽ വരുമ്പോ നീ പൊട്ടം കളിക്കും, അത് പോട്ടെ, അത് വേറെ, കണ്ട പരിചയം പോലും കാണിക്കൂല. എന്നാ നിനക്ക് എന്തെങ്കിലും പറ്റി, നീ ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന വഴിയിൽ ഒരു അപകടം പറ്റി, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പൊക്കിയെടുത്തുകൊണ്ട് നിലമ്പൂരുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറയുകയാ, സർജറി ചെയ്യണം, ഇത്തിരി ഡേഞ്ചറാണ്, ഇത്തിരി സീരിയസ് ആണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാം. നാളെ രാവിലെ ഈ കാണുന്ന സ്ഥാപനത്തിൽ വന്നിട്ട് നിന്റെ മകൻ നിൽക്കുന്നു, നിന്റെ ഭാര്യ പറഞ്ഞുവിടും, ഇല്ലെങ്കിൽ നീ പറഞ്ഞുവിടും. എന്തിന്? മോനെ, ഉസ്താദിന്റെ അടുക്ക പോകണം. ഉസ്താദ് ചോദിക്കുക, എന്തേ മോനെ? പാപ്പ ഇന്നലെ ആക്സിഡന്റ് പറ്റിയിട്ട് ഇപ്പൊ ഐസിയുനകത്ത് കിടക്കാ ഉസ്താദെ, സർജറി ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ തന്നു വിട്ടതാണ് ഉസ്താദെ, കുട്ടികൾക്കുള്ള ഭക്ഷണത്തിന്റെ പൈസ. ഇന്ന ഉസ്താദെ ഒന്ന് ദുആ ചെയ്യണേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ പൈസ കൊടുക്കുന്നേ? ദുആ ചെയ്യാൻ പറഞ്ഞാ പോരെ? എന്തിനാ പൈസ കൊടുക്കുന്നേ? ഉസ്താദെ വാപ്പ ഐസിയുവില, ദുആ ചെയ്യാൻ പറഞ്ഞാ പോരെ? താത്ത, നിന്റെ അടുത്ത് ഇപ്പൊ വരുമ്പോ നിനക്ക് മനസ്സില്ല, നിന്റെ ശരീരത്തിൽ ഒരു മുഴ വന്നിട്ട് ക്യാൻസറിന്റെ ടെസ്റ്റിന് അയക്കുമ്പോ, എന്നാ ഉസ്താദെ സ്വർണം പള്ളിക്ക്, പാവങ്ങൾക്ക്, എത്തീങ്ങാനയ്ക്ക് ദുആ ചെയ്യണേ. എന്തിനാ സ്വർണം ഊരി കൊടുക്കുന്നേ? ദുആ ചെയ്യാൻ പറഞ്ഞാ പോരെ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദക്ക വിപത്തിനെ തട്ടിമാറ്റും. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ സദക്ക കൊടുക്കുന്നത് കൊണ്ട് രക്ഷപ്പെടുമെന്ന്. അതല്ലേ ഞാനും പറഞ്ഞത്. ഇപ്പൊ കൊടുത്താൽ നിനക്ക് എന്തെങ്കിലും പറ്റുമോ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.